ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ യുഎസിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതികൾക്ക് 100% വരെ തീരുവ ചുമത്താൻ ട്രംപ് ഭരണകൂടത്തെ അനുവദിക്കുന്ന ബില്ലാണ് യുഎസ് സെനറ്റ് പാസാക്കിയിരിക്കുന്നത്. യുക്രൈനിൽ അധിനിവേശം നടത്തുന്ന റഷ്യയെ സാമ്പത്തികമായി ഞെരുക്കാനാണ് ഈ നീക്കം എന്നാണ് അമേരിക്ക വാദിക്കുന്നത്. എന്നാൽ ഇത് ഇന്ത്യയെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയിലാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. റഷ്യൻ എണ്ണ വാങ്ങിയാൽ ഇന്ത്യക്ക് മേൽ 100% ഇറക്കുമതി തീരുവ എന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഭീഷണി. അതിന് നിയമസാധുത നൽകുന്ന ബില്ലും യുഎസ് സെനറ്റ് വെള്ളിയാഴ്ച പാസാക്കിയിട്ടുണ്ട്. അതുപ്രകാരം റഷ്യയിൽ നിന്ന് എണ്ണയോ മറ്റ് പ്രകൃതിവാതകങ്ങളോ വാങ്ങിയാൽ ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഭരണകൂടത്തിന് 100% വരെ തീരുവ ചുമത്താം. ലിൻസിയോ ഗ്രഹാം സാങ്ഷനിങ് റഷ്യ ആൻഡ് ഇറാൻ ആക്ട് 2026 എന്നാണ് ഈ ബില്ലിന് പേരിട്ടിരിക്കുന്നത്. ചൈന കഴിഞ്ഞാൽ റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഏറ്റവും അധികം വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയിരിക്കെ ഇന്ത്യക്ക് മേൽ ഇത്ര വലിയൊരു തീരുവ ഭീഷണി ഉണ്ടാകുന്നത് വലിയ തിരിച്ചടിയാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിച്ചാൽ അത് ആ രാജ്യവുമായുള്ള ബന്ധത്തെയും ഇന്ത്യയുടെ എണ്ണ സംഭരണത്തെയും ബാധിക്കും. അതേസമയം എണ്ണ ഇറക്കുമതി തുടർന്നാൽ ഇന്ത്യൻ കയറ്റുമതിയുടെ വലിയൊരു ഭാഗം പോകുന്ന അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അതിന് തിരിച്ചടി നേരിടേണ്ടിയും വരും. ശരിക്കും ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അമേരിക്കയുടെ പുതിയ ബിൽ ഇന്ത്യയെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്ക പാസാക്കിയ ബില്ലിന്റെ യഥാർത്ഥ ഉദ്ദേശവും അതുതന്നെയാണ്. ഒന്നുകിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരാം, അല്ലെങ്കിൽ അമേരിക്കയുമായി വ്യാപാരം തുടരാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക എന്നതാണ് ബിൽ ആവശ്യപ്പെടുന്നത്. ഇന്ത്യ, ചൈന, അസർബൈജാൻ, ഹംഗറി, സ്ലൊവാക്യ എന്നീ 5 രാജ്യങ്ങൾക്ക് മേലാണ് ഇപ്പോഴുള്ള ഭീഷണി നിലനിൽക്കുന്നത്. 2022 ആരംഭിച്ച റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെയായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചത്. പാശ്ചാത്യ ഉപരോധങ്ങളും ആഗോള ഊർജ്ജ വിപണികളുടെ പുനഃസംഘടനയും കാരണം റഷ്യൻ എണ്ണ വാങ്ങാൻ മിക്ക രാജ്യങ്ങളും മടിച്ചിരുന്നു. അതിനാൽ തന്നെ എണ്ണ വിപണിയിലെ സാധാരണ നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കായിരുന്നു ഇന്ത്യക്കുൾപ്പെടെ റഷ്യൻ എണ്ണ ലഭിച്ചിരുന്നത്. ഇത് ഇന്ത്യൻ എണ്ണ റിഫൈനറികളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായിരുന്നു. അവർക്ക് കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ ലഭിച്ചത് കൂടുതൽ ലാഭം കൊയ്യാൻ അവരെ സഹായിച്ചു. മാത്രമല്ല, ആഗോള എണ്ണ വിപണിയിൽ വില വലിയ കുതിച്ചുചാട്ടങ്ങൾ നടത്തിയപ്പോഴെല്ലാം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ നിലനിർത്താൻ റഷ്യൻ എണ്ണ വളരെയധികം സഹായിച്ചിരുന്നു. പക്ഷേ അതിനോട് ശത്രുതാപരമായ നിലപാടായിരുന്നു ട്രംപ് ഭരണകൂടം സ്വീകരിച്ചിരുന്നത്. 2025 ഓഗസ്റ്റിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുണ്ടായിരുന്ന 25% തീരുവയ്ക്ക് പുറമെ റഷ്യൻ എണ്ണ വാങ്ങുന്നു എന്ന് ചൂണ്ടിക്കാട്ടി 25% അധിക തീരുവ കൂടി ട്രംപ് ഭരണകൂടം ചുമത്തിയിരുന്നു. പിന്നീട് 2026 ഫെബ്രുവരിയിൽ അമേരിക്കയിലെ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് ഈ തീരുവയെല്ലാം പിൻവലിക്കുകയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ പുതിയ ബിൽ നിയമമായാൽ ഇന്ത്യൻ കയറ്റുമതി രംഗത്തെ അത് ഭീകരമായി ബാധിച്ചേക്കാം. എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ്, ടെക്സ്റ്റൈൽസ്, ഓട്ടോ ഘടകങ്ങൾ തുടങ്ങി കയറ്റുമതി അധിഷ്ഠിത മേഖലകൾക്ക് ഇത് വലിയ ആഘാതമായിരിക്കും സൃഷ്ടിക്കുക. ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളുമായി അമേരിക്കൻ വിപണിയിൽ മത്സരിക്കുന്ന ഇന്ത്യൻ വിപണിക്ക് അതുണ്ടാക്കുന്ന നഷ്ടം ചെറുതായിരിക്കില്ല എന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെന്തായാലും ബിൽ നിയമമായിട്ടില്ല. അതിന് ഇനിയും കടമ്പകളുണ്ട്. പക്ഷേ അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ ഉൾപ്പെടെ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഈ ബിൽ ഇന്ത്യക്ക് മേലൊരു ഡമക്ലസിന്റെ വാളായി തുടരും.